സുവർണ കഥകളിലേക്ക് സ്വാഗതം. ടി.കെ. ശങ്കരനാരായണൻ എഴുതിയ ഒരു കഥ. 41-ാം ദിവസം. അടച്ചുപൂട്ടലിൻ്റെ 40 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ അച്ഛൻ കൃത്യമായി കെട്ടുപൊട്ടിച്ചു. 40 അല്ല, 40.5 ദിനങ്ങളാ. ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം ദിനങ്ങളല്ല മണിക്കൂറുകളാണ് അച്ഛൻ എണ്ണിത്തീർത്തിരിക്കുന്നത്. കാലത്ത് നടക്കാനിറങ്ങുന്നവരെ പോലും പോലീസ് പിടികൂടുന്നുവെന്നറിഞ്ഞപ്പോൾ വീട്ടിനുള്ളിലും ടെറസിലും തൊടിയിലുമാക്കി നടത്തം. ഇഷ്ടവിഭവങ്ങൾ കിട്ടാതായപ്പോൾ കിട്ടിയതുകൊണ്ട് അച്ഛൻ തൃപ്തിപ്പെട്ടു. പുതിയൊരു ലോകക്രമത്തിലേക്ക് എല്ലാവരെയും പോലെ അച്ഛനും മാറുകയായിരുന്നു. പക്ഷേ മുടി, അത് കഴുത്തും കടന്ന് തോളിലേക്ക് ഭണം വിടർത്തിയപ്പോൾ തലമണ്ട വിയർത്ത് ആ വിയർപ്പിറങ്ങി ചുമയും തൊണ്ടക്കെട്ടും. കാഴ്ചയ്ക്ക് കാവിലെ വെളിച്ചപ്പാടെന്ന് അയൽപ്പക്കത്തെ വികൃതികൾ പേരു പറഞ്ഞ് കളിയാക്കിയത് അച്ഛന് സഹിച്ചില്ല. ഇന്ന് വെട്ടണം മുടി. മുടിവെട്ട് ഒരു ആഗോള പ്രശ്നമായി ഉയർന്നുവരുന്ന സമയത്താണ് അച്ഛൻ്റെ ഈ കെട്ടുപൊട്ടിക്കൽ. പല പ്രമുഖർക്കും അവരുടെ ഭാര്യമാർ മുടിമുറിച്ചു കൊടുക്കുന്ന പടങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിച്ചിരുന്നു. അമ്മയ്ക്ക് മുടിവെട്ടാൻ അറിഞ്ഞുകൂടെന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ഇത്തിരി കൂടുകയോ കുറയുകയോ ചെയ്ത് അലങ്കോലമായാൽ അച്ഛൻ്റെ അസ്ഥിബലം നേരിടേണ്ടി വരുമല്ലോ എന്ന ഭയമാണ്. ഒരു കൈ പരീക്ഷിക്കാൻ ഞാൻ മുന്നോട്ടിറങ്ങിയപ്പോൾ അച്ഛൻ്റെ കടുംപിടുത്തം ആറുമുഖൻ്റെ വഴിക്ക് തിരിഞ്ഞു. കഴിഞ്ഞ 30-ലധികം വർഷമായി ആറുമുഖനാണ് അച്ഛന് മുടിവെട്ടുന്നത്. ഈ ദീർഘസമ്പർക്കം വെറുമൊരു മുടിവെട്ടുകാരനപ്പുറത്ത് ഒരു സ്ഥാനം അച്ഛൻ്റെ മനസ്സിൽ ആറുമുഖന് നേടിക്കൊടുത്തിരുന്നു. ജോലാർപേട്ടയിലുള്ള മകളുടെ പ്രസവത്തിന് സഹായിയായി പോയ ആറുമുഖൻ സ്ഥലത്തില്ലാതിരുന്ന 63 ദിവസം അച്ഛൻ മുടി വെട്ടിയതേയില്ല. ഇത്രയും കാലതാമസമുള്ള ഒരിടവേള മുടിവെട്ടിൽ മുൻപ് അച്ഛനുണ്ടായിട്ടുമില്ല. മുടിവെട്ടിനപ്പുറത്ത് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനുള്ള അത്താണി കൂടിയായി അച്ഛന് ആറുമുഖൻ. ക്രമേണ സഹോദരങ്ങളെപ്പോലെയോ പൂർവജന്മ ബന്ധമുള്ളവരെ പോലെയോ ഒക്കെ ആയിത്തീർന്നു. അതിനാൽ ആറുമുഖനല്ലാതെ മറ്റൊരാൾ തൻ്റെ മുടിയിൽ കൈവയ്ക്കരുതെന്ന് അച്ഛൻ ഒറ്റക്കാലിൽ നിന്നു. അച്ഛനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിൻ, ആറുമുഖൻ പറഞ്ഞു. ഇവിടെ മുറിക്കാം മുടി. മുൻപ് 2-3 തവണ പോയിട്ടുണ്ടെങ്കിലും ആറുമുഖൻ്റെ ഭവനം അച്ഛന് കൃത്യമായി ഓർമ്മയില്ല. പ്രായാധിക്യത്തിൻ്റെ ഓർമ്മ പിശകുമുണ്ട് ഈയിടെയായി. മലമ്പുഴ മിൽമ ബൂത്തിൻ്റെ മുമ്പിലെത്തിയിട്ട് വിളിക്കിൻ, ആറുമുഖൻ പറഞ്ഞു. 5 മിനിറ്റിൽ ഞാൻ വരാം. അച്ഛൻ പെട്ടെന്ന് ഉഷാറായി. മുടി വെട്ടുകയുമാവാം, ഒരിടവേളയ്ക്കു ശേഷം ആറുവിനെ കാണുകയും ചെയ്യാം. പൊടുന്നനെ പ്രായം കുറഞ്ഞ പോലെ അച്ഛൻ എന്നോ വിശ്രമം കൊടുത്തു വച്ചിരുന്ന ജീൻസും ടീഷർട്ടും എടുത്തിട്ടു. ഡെനിം ലോഷന്റെ മണം ആസ്വദിച്ചുകൊണ്ട് മുഖകവചം അണിഞ്ഞു. നേരിയ തോർത്തുകൊണ്ട് നെറ്റിയോട് ചേർത്ത് മുടി ഒതുക്കി കെട്ടി. എടുക്കടാ വണ്ടി. കാഴ്ചശക്തി മങ്ങുകയും വലത്തേക്കാലിന് സ്വാധീനം കുറയുകയും ചെയ്തതിൽ പിന്നെ അച്ഛൻ വണ്ടിയെടുക്കാറില്ല. അതെൻ്റെ പണി. 2000 മോഡൽ സാൻഡ്രോ ആണെങ്കിലും ഓടിച്ചാൽ അങ്ങനെ തോന്നില്ല. 20കാരനായ കൊറിയൻ നിർമ്മിതൻ അത്രയും നിമിഷത്തിൽ തന്നെ മിൽമ ബൂത്തിന് മുന്നിലെത്തി. വണ്ടി ഓരം ചേർത്തിട്ട് വിളിച്ചപ്പോൾ ആറുമുഖൻ എൻഗേജ്ഡ്. അവൻ തിരിച്ചു വിളിക്കും. അച്ഛൻ വണ്ടിയിൽ നിന്നിറങ്ങി. കൊച്ചനെ, ഞാനൊന്ന് പുകക്കട്ടടാ. ബൈപ്പാസ് കഴിഞ്ഞതിൽ പിന്നെ സിഗരറ്റ് തുടരുതെന്നാണ് ഡോക്ടറുടെ ചട്ടം. ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അച്ഛൻ ചട്ടം ലംഘിക്കാറില്ല. ഒരിക്കൽ സംഗതി കൈവിട്ടപ്പോൾ അമ്മ തന്നെ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. ഡോക്ടർ കാര്യമായി ശാസിച്ചതിൽ പിന്നെ ഏതു സാഹചര്യത്തിലും അച്ഛൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഇപ്പോൾ അടച്ചുപൂട്ടലിൻ്റെ 40 ദിനങ്ങൾ പിന്നിട്ട് ഒന്ന് പറക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നിയന്ത്രണം തെറ്റുന്നു. ഒരു ബൈപ്പാസ് കഴിഞ്ഞ 75കാരൻ ഇനി എത്ര കാലം ജീവിക്കും? ആ വഴിക്കാണ് എൻ്റെ ചിന്ത പോയത്. പരമാവധി 5 കൊല്ലം വലിക്കട്ടെ, വലിച്ച് നിർവൃതി അടയട്ടെ. അച്ഛൻ ഏതു ബ്രാൻഡാ വേണ്ടേ? ഏതാടാ മോനെ നല്ലത്? ഗോൾഡ് ഫ്ലേക്സ് കിങ് സൈസ് ഒരെണ്ണം വാങ്ങി ഞാൻ അച്ഛന് നൽകി. ഞാൻ തന്നെ തീയും പറ്റിച്ചു കൊടുത്തു. നീയാടാ എൻ്റെ മോൻ. അച്ഛൻ പുക ആഞ്ഞെടുത്തു. നീ ആ കൊശവനെ ഒന്നൂടി വിളി. അറുമുഖൻ അപ്പോഴും എൻഗേജ്ഡ്. സിഗരറ്റിൻ്റെ തീ അതിൻ്റെ കാലിലെ പഞ്ഞിയോളം എത്തിയിട്ടും അച്ഛൻ ആസ്വദിച്ച് പുകയെടുത്തു. അവശേഷിച്ച 3/4 ഇഞ്ച് ചെരുപ്പ് കൊണ്ടരച്ച് കൊലപ്പെടുത്തിയ ശേഷം തെല്ല് ഭയന്നിട്ടെന്ന പോലെ അച്ഛൻ എൻ്റെ ചെവി കടിച്ചു.
മോൻ എനിക്ക് വാക്ക് തരണം. അച്ഛൻ വെറുതെ ചുറ്റും നോക്കി. അമ്മയോട് പറയരുത്, അവള് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു കൊളമാക്കും. ഞാൻ വാങ്ങി തന്നിട്ട് ഞാൻ തന്നെ പറയുമോ അച്ഛാ? അച്ഛൻ എൻ്റെ തോളിൽ തട്ടി ചുറ്റിപ്പിടിച്ചു. ആ ആറുവിന് എന്തു പറ്റി? അവന്റെ മറ്റേ നമ്പർ നിന്റെ കയ്യിലില്ലേ? എന്റെ കയ്യിൽ BSNL നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നമ്പറിൽ 3-ാം വട്ടവും ഞാൻ വിളിക്കാൻ തുടങ്ങവേ പെട്ടെന്ന് ഞങ്ങളെ വെട്ടിച്ച് വല്ലാത്തൊരു ശബ്ദത്തോടെ കടന്നുപോയ പെട്ടി ഓട്ടോവിൽ നിന്നും വളരെ ഉച്ചത്തിൽ തുടരെ തുടരെ കേട്ടു. ശർക്കരക്കിഴങ്ങ്, ശർക്കരക്കിഴങ്ങ്, വെല്ലം തോൽക്കും ശർക്കരക്കിഴങ്ങ്. എടാ മോനെ! പെട്ടെന്നൊരു ആവേശത്തിൽ അച്ഛൻ മുഖകവചം വലിച്ചു മാറ്റി. ശർക്കരക്കിഴങ്ങടാ, അച്ഛൻ്റെ ഏറ്റവും പ്രിയ ഭക്ഷണമാണ് ശർക്കരവള്ളിക്കിഴങ്ങ്. വീട്ടിലെല്ലാവരും പുഴുങ്ങിയാണ് തിന്നാറുള്ളതെങ്കിൽ കനലിൽ ചുട്ടു തിന്നുന്നതാണ് അച്ഛനിഷ്ടം. ചിരട്ട കൊണ്ട് അച്ഛൻ തന്നെ കനലുണ്ടാക്കും. നല്ല പരുവത്തിലുള്ള കിഴങ്ങ് തിരിച്ചും മറിച്ചും ഉരുട്ടിയിട്ട് ഇലയിൽ ഒന്നാറാൻ വയ്ക്കും. ആറിക്കഴിഞ്ഞ് പതുക്കെ തൊലി പേർത്തി നെയ്യ് പുരട്ടും. ദോശപ്പൊടി അല്ലെങ്കിൽ കൊപ്രപ്പൊടി തൊട്ടാണ് കഴിക്കുക. അളവു വിട്ടു കഴിച്ചാൽ വായു വിളകും. ചിലപ്പോൾ വയറു വേദനിക്കും. അതിനുള്ള മരുന്ന് അച്ഛൻ ആദ്യമേ കരുതും. ശർക്കരക്കിഴങ്ങ് ഏറ്റവും അധികം വിളയുന്നത് കോട്ടായി, പെരുങ്ങോട്ട് കുറിശി ഭാഗത്താണ്. ഒഴിവുണ്ടെങ്കിൽ അച്ഛൻ അങ്ങോട്ട് പിടിക്കും. കൂട്ടിയിട്ടിരിക്കുന്ന ചെറിയ ചെറിയ കിഴങ്ങുകുന്നുകൾ കാണാനും ലേലം വിളിയുടെ ആവേശം ആസ്വദിക്കാനും. വിളിക്കടാ അവനെ! അച്ഛൻ ഒച്ചയെടുക്കുമ്പോഴേക്കും പെട്ടിയോട്ടോ കൺവെട്ടത്തു നിന്നും അകലെയായി. വീട്ടടാ മോനെ വണ്ടി! അച്ഛൻ കാറിനകത്ത് ചാടിയിരുന്നു. അച്ഛ, ആറുമുഖൻ വിളിച്ചാൽ അവനെ എപ്പോ വേണേലും പിടിക്കാലോ. ഇപ്പോൾ മുടിവെട്ട് അച്ഛൻ്റെ പരിഗണനയേ അല്ല എന്നു തോന്നി. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുതിപ്പിച്ചെടുക്കുമ്പോൾ പീതാംബരന്റെ ഫോൺ. പീതു, ഞാൻ തിരിച്ചു വിളിക്കാം, വണ്ടി ഓടിക്കുന്നു. എടാ പന്നി! പീതുവിൻ്റെ നാവിൽ കലി തിളച്ചു. നീ ചോദിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് കൈകാൽ തരിച്ചു, ചുണ്ടും തൊണ്ടയും തരിച്ചു. അടച്ചുപൂട്ടലിന് തലേന്നാണ് അവസാനമായി ഞാൻ ഇത്തിരി കഴിച്ചത്. ദുബായിൽ നിന്നും കേശു കൊണ്ടുവന്ന ബ്ലൂ ലേബൽ. അടച്ചുപൂട്ടൽ അനിശ്ചിതമായി നീണ്ടപ്പോൾ ഇടയ്ക്കെപ്പോഴോ ഒരാവേശം തോന്നി. എത്ര ശ്രമിച്ചിട്ടും പക്ഷേ കിട്ടിയില്ല. ഇപ്പോൾ വളരെ സ്വകാര്യമായി പട്ടാളം കിട്ടാനുണ്ടെന്ന് വിശ്വാസവൃത്തങ്ങളിൽ ശ്രുതി. വാർത്ത സത്യമെങ്കിൽ വലിയ വില കൊടുത്തിട്ടാണെങ്കിലും സംഘടിപ്പിക്കാമെന്ന് പീതാംബരൻ വാക്കുതന്നു. 30 മില്ലി ഓൾമോങ് റമ്മിൽ 20 മില്ലി ദശമൂലാരിഷ്ടം ചേർത്ത് ഐസ് കട്ടകൾ അതിലിട്ടലിയിച്ച് ശുദ്ധജലം ചേർത്ത് സേവിക്കലാണ് പീതുവിൻ്റെ ഒരു രീതി. ആ രീതി തന്നെയാണ് ഞാനും പിന്തുടരുന്നത്. വണ്ടി വേഗം വിടടാ കൊച്ചനെ! ശർക്കരക്കിഴങ്ങ് നിറച്ച പെട്ടിയോട്ടോയെ കയ്യോടെ പിടികൂടാനുള്ള ആവേശത്തിൽ അച്ഛൻ പറഞ്ഞു. ഹലോ, നീ എപ്പോ എത്തും? പീതു. എടാ പീതു, ഞാൻ എന്തു പറയണമെന്നറിയാതെ ഞാൻ ഉഴറി. ഇപ്പോൾ കൺവെട്ടത്തിൽ നിന്നും പെട്ടിയോട്ടോ മറഞ്ഞു. പാതയോരത്ത് ഒരു ട്രാൻസ്ഫോമർ നിൽക്കുന്ന ദിക്കിൽ റോഡ് കൃത്യം ഇടതുവശത്തേക്കും വലതുവശത്തേക്കും പിരിയുന്നുണ്ട്. ഏതു വശത്തേക്കാണ് വണ്ടി പോയതെന്നറിയാതെ അച്ഛനും ഞാനും ഒന്നു കുഴഞ്ഞു. വഴിയരികിലെ മാമ്പഴം വിൽക്കുന്ന നിരത്തു വിൽപ്പനക്കാരൻ വലതുവശത്തേക്കാണ് വണ്ടി തിരിഞ്ഞതെന്നും കുടപിടിച്ചു നടന്നുപോയിരുന്ന കാൽനടക്കാരൻ അല്ല ഇടതുവശത്തേക്കാണെന്നും കട്ടായം പറഞ്ഞു. ഏതു വഴി സ്വീകരിക്കണമെന്നറിയാതെ ഞങ്ങൾ ഇരുട്ടിലായി. ഏതെങ്കിലും ഒരു വഴി പിടിച്ചല്ലേ ഒക്കൂ. പതിവ് പോലെ കീശയിൽ നിന്നും കോയിനെടുത്ത് അച്ഛൻ ടോസ് ഇട്ടു. വലത്, ഞാൻ പറഞ്ഞു. വിട് വണ്ടി. ടോസ് തന്ന വെളിച്ചബലത്തിൽ സാൻഡ്രോ ട്രാൻസ്ഫോമറിന്റെ വലതു റോഡിലേക്ക് തിരിഞ്ഞു. അല്പദൂരം കഴിഞ്ഞതും വഴിയോരത്ത് കണ്ട ഉന്തുവണ്ടിക്കാരനോട് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അച്ഛൻ ചോദിച്ചു. ശർക്കരക്കിഴങ്ങ് കയറ്റിയ ഒരു പെട്ടിവണ്ടി ഇതിയെ പോയത് കണ്ടായിരുന്നോ? അയാൾ കണ്ടില്ലല്ലോ. അയാൾ നിസ്സംഗനായി പറഞ്ഞു. നീ ഇച്ചിരി സ്പീഡിൽ വിട്. അച്ഛൻ ഒന്നു നടുനിവർത്തിയിരുന്നു. ഞാൻ വേഗം കൂട്ടി. പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു. എന്നിട്ട് നീ രണ്ടിലൊന്ന് പറ. പീതു. ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ആവതും ശബ്ദം താഴ്ത്തി. കാത്തു നിൽക്കാൻ എനിക്ക് നേരമില്ല. പീതു അക്ഷമനായി തുടങ്ങിയിരുന്നു. നിന്നെ പോലെ വേറെയും 2-3 പേർ റെഡിയായി നിൽപ്പുണ്ട്. തുടർന്ന് പീതു പറഞ്ഞത് ഞാൻ ഇങ്ങനെ കേട്ടു. വലിയ വില കൊടുത്തു കിട്ടിയ സ്റ്റഫാണ്. 6 പേരെങ്കിലും ഷെയർ ചെയ്താലേ കൊടുത്ത കാശ് മുതലാകൂ. ആൾക്ക് 2 പെഗ്, അത്രയേ ഉള്ളൂ. അതിനാൽ നീ വരുന്നെങ്കിൽ നിനക്ക് മാറ്റിവെക്കണം. വരുന്നില്ലെങ്കിൽ വേറെ ആളെ നോക്കണം.
എത്ര മണിക്ക് എത്തണം? 7, മാക്സിമം 7:30. അത് കഴിഞ്ഞാൽ 9 മണിക്ക് എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ പെട്ടിവണ്ടി പോയ വഴി മണം പിടിച്ചു കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ അരമണിക്കൂറിനുള്ളിൽ കൺഫേം ചെയ്യാം, പോരെ? പറ്റിയാൽ അതിനു മുൻപ്. പീതു ഫോൺ വെച്ചു. വണ്ടി എത്ര ദൂരം പിന്നിട്ടുവെന്ന് എനിക്ക് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. പെട്ടിയോട്ടോ എന്തായാലും ഈ വഴിക്കല്ല പോയിരിക്കുക എന്ന് മാത്രം ഞാൻ നിരൂപിച്ചു. മറ്റേ വഴിയുള്ള റോഡിലേക്കാണ് തിരിഞ്ഞതെങ്കിൽ അത്ര ദൂരം സഞ്ചരിച്ചെത്തൽ ഇനി പ്രയാസവുമാണ്. ഒന്നുകിൽ ശർക്കരക്കിഴങ്ങ്, അല്ലെങ്കിൽ പീതുവിന്റെ സന്ധ്യ. രണ്ടിലൊന്നു നടക്കണം. ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടാവണം. എടാ, നിനക്ക് ചെവിക്ക് എന്തേലും പ്രശ്നമുണ്ടോ? അച്ഛൻ ഒരു പുതിയ വിഷയം എന്ന പോലെ ചോദിച്ചു. എന്റെ കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായി ഇന്നോളം എനിക്കറിയില്ല. എന്തേ അച്ഛാ? എത്ര നേരായി നിന്നോട് ഞാൻ വരാല് വരാല് എന്ന് നിലവിളിക്കുന്നു. വരാലോ? എനിക്കതിശയമായി. ശർക്കരക്കിഴങ്ങ് വണ്ടിയും തേടിയല്ലേ നമ്മൾ? എടാ, ആ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പില് ഒരുത്തൻ പെടക്കണ വരാല് വിൽക്കണുണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്താൻ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അതോ നിന്റെ ചെവിക്ക്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പീതുവോട് സംസാരിച്ചു കൊണ്ടിരുന്ന നേരത്താവും അച്ഛൻ വരാലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. മലമ്പുഴ അണക്കെട്ടിന്റെ പിൻഭാഗത്ത് ഏകദേശം കവയുടെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കണം. അവിടെ പാറക്കെട്ടുകളും ജലാശയങ്ങളുമുണ്ട്. ആളുകൾ കുളിക്കുന്നതും ചൂണ്ടയിട്ടിരിക്കുന്നതും അവിടെ പതിവ് കാഴ്ചയാണ്. തിരിക്കടാ വണ്ടി. ഞാൻ വണ്ടി തിരിച്ചു. വിടടാ വേഗം. ആ പറച്ചിലിൽ നിന്നും അന്ന് അത്താഴത്തിന് വരാലിനെ കറിവയ്ക്കുന്ന കാര്യം അച്ഛൻ കണക്കുകൂട്ടി തുടങ്ങിയെന്ന് ഞാൻ എണ്ണി. മീൻ ജാതികളിൽ അച്ഛൻ്റെ ക്രേസാണ് വരാൽ. നാടൻ വരാൽ കിട്ടുമെങ്കിൽ അച്ഛൻ എവിടം വരെ വേണമെങ്കിലും പോകും. കൈപുണ്യം അമ്മക്കാണെങ്കിലും വരാലുണ്ടെങ്കിൽ അന്ന് അച്ഛൻ തന്നെയാണ് കിച്ചൺ ഇൻചാർജ്. പഞ്ചായത്ത് ഓഫീസിനു മുന്നിലെ മീൻ വിൽപ്പനക്കാരൻ്റെ മുന്നിലെത്തിയെങ്കിലും വരാൽ തീർന്നിരുന്നു. മറ്റേതോ പുളപ്പുള്ള മീൻ അയാൾ ഉയർത്തി കാണിച്ചു. അച്ഛൻ്റെ മുഖത്തും ശരീരഭാഷയിലും നിരാശ പ്രകടമായി. ഇന്നത്തെ ദിവസം ശരിയല്ലടാ, അപ്പൻ സംഗ്രഹിച്ചു. ലോക്ക്ഡൗൺ 40 നാൾ പിന്നിട്ട ഈ ദിവസം എന്തിനാണ് തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതെന്നുപോലും അച്ഛൻ മറന്നുപോയതുപോലെ തോന്നി. നനഞ്ഞ തോർത്തുടുത്ത് കുളിച്ചു മടങ്ങുന്ന കുട്ടികളുടെ ഉത്സാഹം കണ്ടപ്പോൾ അച്ഛനിലെ കുട്ടി ഉണർന്നു. വാടാ, ഇത്രയിടം വന്നതല്ലേ, കുളിച്ചേച്ചു വരാം. സാൻഡ്രോ അടുത്തുള്ള ജലാശയത്തിലേക്ക് വഴി തേടി. സൂര്യൻ താണു തുടങ്ങിയിരുന്നു. അച്ഛൻ ജീൻസും ടീഷർട്ടും അഴിച്ച് കാറിൽ വെച്ചു. മാറ്റിയൊടുക്കാൻ മുണ്ടോ തോർത്തോ ഉണ്ടായിരുന്നില്ല. അതൊന്നും അച്ഛന് വിഷയമേ ആയിരുന്നില്ല. നീ കുളിക്കുന്നില്ലേ? അച്ഛൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. മുട്ടറ്റം, അരയറ്റം, കഴുത്തറ്റം വെള്ളത്തിലായി. അച്ഛാ മതി, ഇനി അങ്ങോട്ട് വേണ്ട. അച്ഛനത് കേട്ടുവോ? അച്ഛാ, അച്ഛാ. ജലോപരിതലത്തിൽ വട്ടത്തിൽ അലകളോളം വെട്ടി. അപ്പോൾ ആറുമുഖൻ എന്ന മുടിവെട്ടുകാരൻ തിരിച്ചു വിളിച്ചു. നിങ്ങൾ എവിടെ എത്തി? എന്തു മറുപടി പറയണമെന്നറിയാതെ, അച്ഛനെ തിരിച്ചു വിളിക്കേണ്ടതെങ്ങനെയെന്നറിയാതെ നിൽക്കുമ്പോൾ വീണ്ടും പീതുവിൻ്റെ വിളി വന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.